നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം തിളക്കമുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉത്തരവുള്ളൂ. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഒക്കെ വിഭിന്നമായി കോവളം മണ്ഡലം. ആ കോവളം മണ്ഡലത്തിന്റെ പ്രത്യേകത രാജ്യാന്തര തുറമുഖം. ലോകമെമ്പാടുമുള്ള എല്ലാ തുറമുഖങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വലിയ അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞത്താണ്. രാജ്യാന്തര ടൂറിസം ഡെസ്റ്റിനേഷനായ കോവളം ടൂറിസം കേന്ദ്രവും ഈ കോവളം മണ്ഡലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സ്പോട്ടാണ്. ഈ രണ്ട് വലിയ രാജ്യാന്തര ശ്രദ്ധയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലം എന്നതിലുപരി 7 ഗ്രാമപഞ്ചായത്തുകളെ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നിന് ഒന്ന് വിഭിന്നമായി നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ, ഓരോന്നിലും തനതായ എന്തെങ്കിലും കാര്യം എടുത്തു പറയാൻ പറ്റുന്ന ഗ്രാമപഞ്ചായത്തുകൾ കൂടിയാണ് കോവളം നിയമസഭാ മണ്ഡലത്തിലുള്ളത് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ തവണ എം വിൻസെന്റിന് സഹായകമായി നിന്നത് വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷമാണ്. മറ്റ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എം വിൻസെന്റിന് കിട്ടിയത് 1000-2000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അത് വളരെ ഈസിയായി ഇപ്പോ വേണമെങ്കിൽ അട്ടിമറിച്ച് ഇടതുമുന്നണിക്ക് അവിടെ വിജയിക്കാം. എന്നാൽ വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്ത് ഇക്കുറി എം വിൻസെന്റിനെ തുണയ്ക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ ഈ കോവളത്തിന്റെ ഒരു ആമുഖം പറഞ്ഞു വെച്ചത് കോവളത്ത് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭഗത് റൂഫസിനെ കുറിച്ച് കൂടുതൽ പറയാനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് റൂഫസ് ഡാനിയൽ മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരിക്കൽ കോവളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ആയിട്ടുണ്ട്. അന്നും വളരെ അധികം ഏകദേശം 30,000-ഓളം വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞുവെങ്കിലും 3ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തത്. ഇക്കുറി വെങ്ങാനൂർ ഡിവിഷൻ, അതായത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെങ്ങാനൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ചിരുന്ന ഭഗത് റൂഫസ് എന്ന ചെറുപ്പക്കാരൻ, എംടെക് ബിരുദധാരിയാണ്, ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇടത് സ്വതന്ത്രനായി കോവളത്ത് പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഇടതുമുന്നണിയിൽ നിന്നും. എന്തുകൊണ്ടാണ് ഭഗത് റൂഫസിന് അനുകൂലമായ ഒരു തരംഗം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഒന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മഹിമകളാണ്, യോഗ്യതകളാണ്. മറ്റൊന്ന്, വെങ്ങാനൂർ ഡിവിഷനിൽ ഏകദേശം കോവളം മണ്ഡലത്തിന്റെ ഒരു 45-50% വോട്ട് വരുന്ന വെങ്ങാനൂർ ഡിവിഷന്റെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായിരിക്കുമ്പോൾ അദ്ദേഹം വെങ്ങാനൂർ ഡിവിഷനിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. കുടിവെള്ളമാകട്ടെ, സ്കൂളുകളാകട്ടെ, ആശുപത്രികളാകട്ടെ, എല്ലാ മേഖലയിലും സാധാരണ ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വളരെ ചെറുപ്പക്കാരനായ ഭഗത് റൂഫസ്. എം വിൻസെന്റും ഭഗത് റൂഫസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേയെങ്കിൽ ചിന്തിച്ചേക്കാം, എം വിൻസെന്റ് 10 വർഷം കൊണ്ട് അവിടെ ഉണ്ടാക്കിയ ജനസമ്മതി ശരിയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് മണ്ഡലത്തിലെ എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു പ്രത്യേകത ശരിയാണ്, അതും സമ്മതിക്കുന്നു. പക്ഷേ എം വിൻസെന്റ് ബാലരാമപുരംകാരനാണ്. ബാലരാമപുരത്ത് അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടിയെന്നൊന്ന് പരിശോധിച്ചാൽ മതി. ബാലരാമപുരത്തും വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ കുറി അദ്ദേഹം കടന്നുകൂടിയത്. അതായത് അദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ജയിൽവാസം അനുഭവിച്ച MLA ആണ്. അതുമാത്രമല്ല, MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പോലും കാര്യമായ ഒരു വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ എം വിൻസെന്റ് ചെയ്തിട്ടില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഒരു ഗ്രാമപഞ്ചായത്തിലും ഒരു വികസന പദ്ധതികൾക്കും നേതൃത്വം കൊടുക്കുകയോ ചുക്കാൻ പിടിക്കുകയോ ചെയ്തിട്ടില്ല എം വിൻസെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് എതിർക്കാൻ വേണ്ടി രംഗത്തെത്തിയ ആളാണ് എം വിൻസെന്റ്. അത് പറഞ്ഞത് ജനങ്ങളെയൊക്കെ മറയാക്കിയായിരുന്നു ആ സമരം. പക്ഷേ ജനങ്ങൾക്ക് ഗുണകരമാണ് പദ്ധതി എന്ന് കണ്ടതോടെ ജനങ്ങളും ലത്തീൻ കത്തോലിക്ക സഭയും ഒക്കെ ആ സമരത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച കണ്ടു. അപ്പോഴും എം വിൻസെന്റും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച് നടന്നവരാണ്. ഈ പദ്ധതി വന്നപ്പോൾ അതിന്റെ ഫലം ഉണ്ണാൻ ഓടിയെത്തുകയും ചെയ്തു എന്നതാണ് വാസ്തവം. മറ്റൊരു വിമർശനം എം വിൻസെന്റ് നേരിടുന്നത്, മണ്ഡലത്തിൽ അവിടെ കൊണ്ട് ഫ്ലെക്സ് വെക്കും. എന്നിട്ട് ഇദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറയും, ഈ പദ്ധതിയിൽ എനിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന പൊതുവേദിയിൽ പ്രസംഗിച്ച് പോകുന്ന അതേ അവസരത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ എം വിൻസെന്റിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കും. അങ്ങനെ ഫ്ലെക്സ് ബോർഡിലെ താരം മാത്രമാണ് എം വിൻസെന്റ്. അത് മാത്രമല്ല, ഈ കല്യാണ വീടുകൾ, മരണ വീടുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എം വിൻസെന്റ് ഓടിയെത്തും. എല്ലാ ആളുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും തന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അറിയിക്കും. എന്നാൽ അറിയിച്ചാൽ മാത്രം പോരല്ല, അതൊക്കെ വെറും അഭിനയമാണ് എന്ന് ജനം തിരിച്ചറിയാൻ ഈ 10 വർഷം തന്നെ ധാരാളമാണ്. അതേ അവസരം തന്നെ ഭഗത് റൂഫസ് ആണെങ്കിൽ എല്ലായിടത്തും ഉണ്ടുകാനും
ഏൽപ്പിച്ച ചെറിയ ജോലിയാണെങ്കിൽ പോലും അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ്. അത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇക്കുറി എം വിൻസെന്റിന് കോവളം മണ്ഡലം നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അവിടെയുള്ള 7 ഗ്രാമപഞ്ചായത്ത് ബാലരാമപുരം, കല്ലിയൂര്, അതുപോലെ തന്നെ കാഞ്ഞിരംകുളം, കരിങ്കുളം, അതുപോലെ പൂവാർ, വിഴിഞ്ഞം, ഇങ്ങനെയുള്ള സ്ഥലം, ഈ 7 ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ 7 ഗ്രാമപഞ്ചായത്തുകളിൽ വിഴിഞ്ഞം ാണ് ഏറ്റവും കൂടുതൽ വോട്ട് വിൻസെന്റിന് കിട്ടിയത്. കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എം വിൻസെന്റ് 2ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇനി 1965 മണ്ഡലം ആരംഭിച്ചത് മുതൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ വിജയം നോക്കുകയാണെങ്കിൽ നീലലോഹിതദാസൻ നാടാരും അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല പ്രകാശം ഏകദേശം 25 വർഷക്കാലം അവരുടെ ആ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു. മുന്നണി മാറി മാറി മത്സരിച്ചിട്ട് നീലന് അവിടെ നല്ല വോട്ട് സ്വാധീനമുണ്ടായിരുന്നു. അത് സാമുദായിക സമവാക്യമാണ്. അവിടെ നായർ സമുദായം കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്നത് നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അവിടെ CSI ക്രൈസ്തവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ലത്തീൻ ക്രൈസ്തവർക്കും വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ എം വിൻസെന്റിനാണോ ഭഗത് റൂഫസിനാണോ കൂടുതൽ വോട്ട് വീഴുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭഗത് റൂഫസ് ആണ് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിന് ഇടതുമുന്നണിക്കെതിരെ സർക്കാർ വിരുദ്ധ വികാരം എന്നൊക്കെ അവിടെ ആളിക്കത്തിച്ചാലും ആ സ്വന്തം സ്ഥലത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്ന വ്യക്തി, അതുപോലെ തന്നെ കാര്യഗൗരവത്തോടുകൂടി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തി എന്ന ഒരൊറ്റ പേര് മതി ഭഗത്തിന് അവിടെ ജയിച്ചു കയറാൻ.